10-15 കൊല്ലം സ്കൂളിലും കോളേജിലും പഠിച്ചിട്ടും ഇപ്പോഴും പല ആൾക്കാർക്കും അറിയില്ല എന്ത് പൈസ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത്. ഇറ്റ് ഈസ് നോട്ട് യുവർ ഫോൾട്ട്, കാരണം നിനക്ക് ആരും അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. എനിക്ക് ഏകദേശം ഒരു 19 വയസ്സാവണ വരെ എനിക്കൊരു റെഗുലർ ഏണിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ആകെ ഉണ്ടതിന് എന്താ വെച്ചാൽ രാവിലത്തെ ഫ്രീ ടൈമിൽ പത്രം ഇടാൻ പോകുന്നതും അതേപോലെ വെക്കേഷനിൽ ഷോപ്പുകളിൽ നിൽക്കാൻ പോകുന്നതായിരുന്നു. പിന്നീട് ഞാൻ CA ആർട്ടിക്കിൾഷിപ്പിന്, അതായത് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുമ്പോഴാണ് ഒരു റെഗുലർ ഇൻകം, മന്ത്ലി ഇൻകം വരുന്നത്. അതും സാലറി ഒന്നുമല്ല, അത് സ്റ്റൈപ്പൻ്റാണ്. അതായത് സാലറി പറഞ്ഞാൽ അത്യാവശ്യം വലിയ എമൗണ്ട് ഉണ്ടാവും, സ്റ്റൈപ്പൻഡ് പറഞ്ഞാൽ നമ്മളെ വണ്ടിക്കൂലിക്കുള്ള ഒരു എമൗണ്ടൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും എല്ലാ മാസവും മന്ത്ലി കറക്റ്റ് ഡേറ്റിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് ഏകദേശം ഒരു സാലറി പോലെ തന്നെ ഒരു ഫീലാണ്. അത്ര ചെറിയ എമൗണ്ട് ഉള്ളെങ്കിൽ പോലും ഞാൻ അന്ന് ആ പൈസ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അത് അത്യാവശ്യം ഒരു 90% ഞാൻ ഇൻവെസ്റ്റാണ് ചെയ്തിരുന്നത്, വെറും ചെറിയ എമൗണ്ട് ഉള്ളെങ്കിൽ പോലും. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മൾ യങ്സ്റ്റേഴ്സിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ആൾക്കാർക്കും അറിയില്ല അത് എത്ര പൈസയാണെന്നുണ്ടെങ്കിലും, അത് ബിസിനസ് നിന്ന് കിട്ടുകയാണെങ്കിലും അല്ലെങ്കിൽ ഫ്രീലാൻസ് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ജോബിൽ നിന്ന് സാലറി കിട്ടുകയാണെന്നുണ്ടെങ്കിലും അത് മര്യാദയ്ക്ക് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ CA എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ട്, അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊക്കെ നമുക്ക് പഠിപ്പിച്ചത് എന്താ വെച്ചാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതേപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതേപോലെ എങ്ങനെ ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാം. മറ്റ് കമ്പനികളിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ അവിടുന്ന് തരുന്നുള്ളൂ. മറ്റ് കമ്പനികളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ സ്വന്തം പേഴ്സണൽ ഫിനാൻസ്, ഈ സംഭവം എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഏത് ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം മര്യാദ പഠിപ്പിച്ചു തരുന്നില്ല. സോ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലും മന്ത്ലി ഏൺ ചെയ്യുന്ന വർക്കിംഗ് പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് വെച്ചാണ്ട് എല്ലാവരുടെ ഇടയിലും കോമൺ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് വെച്ചാണ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളെങ്ങനെ ബ്രോക്കായി തീരും എന്നുള്ളതും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെ പോലെ പൈസ മാനേജ് ചെയ്യണത് എന്നുള്ളതും ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം ഞാൻ പൈസനെ കുറിച്ചുള്ള, മണീനെ കുറിച്ചുള്ള ഒരു 7 ഫോൾസ് ബിലീവ്സ്, തെറ്റായ തെറ്റിദ്ധാരണകൾ ഞാൻ ബ്രേക്ക് ചെയ്ത് തരാം. അതിൽ ഫസ്റ്റ് ഇതാണ്, പൈസനെ വെറും ഒരു ഇൻകം എന്നുള്ള രീതിയിൽ മാത്രം ട്രീറ്റ് ചെയ്യരുത്. നമ്മളെ ഹാബിറ്റ്, നമ്മളെ ടൈം, അതുപോലെ നമ്മളെ ലെവറേജ്, ഈ സംഭവങ്ങളൊക്കെ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അധികം ആൾക്കാരും വിചാരിക്കുന്നത് എന്താ വെച്ചാൽ കുറേ പൈസ ഉണ്ടാക്കിയതിന് ശേഷം അത് മാനേജ് ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ എൻ്റെ അടുത്ത് ആകെ 1000 രൂപ, 2000 രൂപ, 3000 രൂപ, 10,000 രൂപ ഉള്ളൂ. അപ്പോൾ അത് മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് മാസം 30,000, 1 ലക്ഷം, 2 ലക്ഷം ഇങ്ങനെയൊക്കെ ഏൺ ചെയ്യുമ്പോഴാണ് ഈ മാനേജിങ്, ഇൻവെസ്റ്റിങ്, സേവിങ്, സ്പെൻഡിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളത്. പക്ഷേ അത് ഒരു തെറ്റായ മൈൻഡ് സെറ്റാണ്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൗ മച്ച് മണി യു ഹാവ്, ഇഫ് യു കാൺട്ട് ഹാൻഡിൽ 1000 rupees യു കനോട്ട് ഹാൻഡിൽ 1 lakh rupees. കാരണം ബഡ്ജറ്റിങ്, സേവിങ്, ഇൻവെസ്റ്റിങ്, അതേപോലെ തന്നെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്ര എമൗണ്ട് മണിയെന്നും എത്ര കുറച്ച് പൈസ ഉള്ളൂ നിങ്ങളുടെ കയ്യിലെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇതൊരിക്കലും ഒരു നമ്പറിൻ്റെ ബേസിലല്ല, ഇതൊരു പേഴ്സൻറ്റേജ് ആണ്. ഞങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പോൾ നിങ്ങളൊരു ഫ്രണ്ട് ഒരു ഡിന്നർ കഴിക്കാൻ പോയി എന്ന് വിചാരിക്കാം. അപ്പോൾ നല്ല അത്യാവശ്യം പ്രീമിയം ഹോട്ടലിലേക്കാണ് പോയത്. അപ്പോൾ ഓനാണ് പൈസ എടുക്കുന്നത്, നമ്മളെ ഫ്രണ്ടാണ് പൈസ എടുക്കുന്നത്. അപ്പോൾ ഡിന്നർ കഴിച്ചപ്പോൾ ഓൻ എല്ലാ അടിപൊളി സാധനങ്ങളും ഓർഡർ ചെയ്തു. നമ്മൾ കാര്യമായിട്ടൊന്നും അങ്ങനെ പൈസ ചിലവാക്കാൻ വിചാരിച്ചിട്ടില്ലേനു, പക്ഷേ ഓൻ എല്ലാ പ്രീമിയം സാധനങ്ങളും ഓർഡർ ചെയ്തു. ഏകദേശം ഒരു 10,000 രൂപ ആയെന്ന് വിചാരിക്കാം ആ ഡിന്നറിന്. 10,000 ആ ഒറ്റ ഡിന്നറിന്. അതും ആ ഫ്രണ്ട് തന്നെയാണ് അത് പേ ചെയ്തത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ ഇങ്ങനെ വിചാരിക്കും, ഓൻ ഭയങ്കര കെയർലെസ് ആണ്, ലാവിഷാണ്, പൈസ വെറുതെ ചിലവാക്കുന്ന ആളാണെന്നൊക്കെ. പക്ഷേ ഇതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഓൻ മന്ത്ലി ഓൻ്റെ ബിസിനസ്സിൽ നിന്ന് ഒരു 7 to 10 lakh പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൻ ചിലവാക്കിയ 10,000 എന്ന് പറയുന്നത്, 10,000 എന്ന് പറയുന്നത് വെറും ഓൻ്റെ ടോട്ടൽ ഇൻകത്തിൻ്റെ 1% വരുന്നുള്ളൂ. നോക്കി 10 ലക്ഷത്തിൻ്റെ 1% 10,000 വരുന്നുള്ളൂ. അതേസമയം നിങ്ങളൊരു 30,000 ഏൺ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, മന്ത്ലി 30,000 ഏൺ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ 1% എന്ന് പറയുന്നത് 300 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് 300 രൂപ ചിലവാക്കണ മാതിരിയേക്കാരം ഓൻക്ക് 10,000 രൂപ ചിലവാക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരാൾ എത്ര പൈസ ചിലവാക്കണു, എത്ര നമ്പർ നോക്കിയിട്ട്, പൈസൻ്റെ എമൗണ്ട് നമ്പർ നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. നമുക്ക് എന്താ നോക്കേണ്ടത്? പേഴ്സൻറ്റേജാണ് നോക്കേണ്ടത്. രണ്ടാമത് എനിക്ക് പറയാനുള്ളതാണ്, യു വോണ്ട് സേവ് വാട്ട് യു ഡോണ്ട് സീ. ഇപ്പോൾ അടുത്ത് എനിക്കുണ്ടായ ഒരു റിയലൈസേഷനാണ്. എന്താ വെച്ചാൽ നമ്മൾ സേവിങ്ങിനും സ്പെൻഡിങ്ങിനും അതുപോലെ തന്നെ ഇൻവെസ്റ്റിങ്ങിനും പേയ്മെൻറ്റ് അടക്കാനും എല്ലാത്തിനും ഒറ്റ ബാങ്ക് അക്കൗണ്ടാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അധിക സമയവും അത് കാലിയാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മളെ സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ ഏതൊരു ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പല ബുക്കുകൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുള്ളി നമ്മൾ ആ കണ്ണോടുകൂടിയേ കാണുള്ളൂ. പല രീതിയിലുള്ള മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ബയാസുകൾ നമ്മൾ അറിയാതെ വാങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ പോലും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഷോപ്പിലേക്കോ അല്ലെങ്കിൽ മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ എങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ സ്വന്തം ബാങ്ക് അക്കൗണ്ട് മൊത്തം കൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് UPI ഇനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മളെ ബാങ്കിൽ 1 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷം നമുക്ക് റെഡിലി അവൈലബിൾ ആണ്. ജസ്റ്റ് ഒരു സ്കാൻ ചെയ്താണ്ട് പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മളെ സിസ്റ്റം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേയ്മെൻറ്റിൻ്റെ കേസ് ഈസിയാക്കി കൊണ്ടുവരാണ്. കുറച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ നോക്കിയാൽ തന്നെ പേയ്മെൻറ്റ് പോകുന്ന രീതിയിലേക്ക് ആയി കഴിഞ്ഞാൽ അത്രയും നമ്മൾ സ്പെൻഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്.
അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാക്കിയൊരു സംഭവമാണ്, നമുക്ക് 2 ബാങ്ക് അക്കൗണ്ട് കീപ്പ് ചെയ്യാം. ഒരു ബാങ്ക് അക്കൗണ്ട് സേവിങ്സിനും ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മളൊരു പേഴ്സ് പോലെ, വാലറ്റ് പോലെ. അപ്പോൾ ഈ വാലറ്റ് ആയിക്കാണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, UPI ഇനേബിൾ ചെയ്താണ് നമ്മളെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ഹാൻഡിൽ ചെയ്യാം, പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ. പക്ഷേ സേവിങ്സിന്, അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു എമർജൻസി ഫണ്ടൊക്കെ ആയിട്ട് വേറൊരു ബാങ്ക് അക്കൗണ്ട്, ആ ബാങ്ക് അക്കൗണ്ടിൽ UPI ഇനേബിൾ ചെയ്യരുത്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ATM കാർഡ് അതുപോലെ തന്നെ ചെക്ക് ബുക്ക്, ഇങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ കുറവാണ്. നമുക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പോയി ATMലൊക്കെ പോയി എടുക്കണം. അപ്പോൾ സ്പെൻഡ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് സേവ് ചെയ്യാനുള്ള അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് ഇതിലേക്ക് മാറ്റി വെക്കുക. തുടർച്ചയായിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളും ഇങ്ങനത്തെ സാധനങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാലറ്റ് പോലുള്ള ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യാം. മൂന്നാമത്താണ് ഡെപ്റ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. നമ്മൾ പൈസ കടം വാങ്ങുന്നത്, ലോൺ എടുക്കുന്നത്, EMIക്ക് എടുക്കണമൊക്കെ. ഇതൊരു ഏഞ്ചലുമാണ്, അതുപോലെ തന്നെ ഒരു ഡെവിളുമാണ്. ഞാനൊരു സംഭവം പറഞ്ഞുതരാം. പല ആൾക്കാരും ഈ മില്യണയർ ഫാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട്, അതിൽ MJ ഡിമാർക്കോ പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്, ലൈഫ് സ്റ്റൈൽ സെർവിറ്റ്യൂഡ്. ഈ രീതിയിലാണ് ജീവിക്കുക. അതായത് ഓർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങൾ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓലെടുത്ത് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാണ്ട് ഓലത് വാങ്ങും. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരാൾക്ക് 30,000 രൂപയാണ് സാലറി മന്തിൽ വരുന്നത്. പക്ഷേ അയാൾക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്, എന്ത്, ഒരു 50 ലക്ഷത്തിൻ്റെ BMW എടുക്കണം എന്നുള്ളത്. അപ്പോൾ മൂപ്പർ എന്ത് ചെയ്യാണ്, ഒരു 25,000 റുപ്യ പ്ലസ് 10% EMI മന്ത്ലി വരുന്ന രീതിയിൽ ലോൺ എടുത്ത് 50 ലക്ഷം ലോൺ എടുത്താണ്ട് ഈ BMW വാങ്ങുകയാണ്. അതായത് നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മൾ ഫിനാൻസിൽ ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫിനാൻസിൽ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ബാങ്കിൻ്റെ ഒക്കെ ആരാണോ അത് സെല് ചെയ്യണത് ഓർക്ക് പൈസ കിട്ടും. പിന്നീട് ബാങ്കും നമ്മളുള്ള ഇടപാട്, നമ്മളിങ്ങനെ മന്ത്ലി ഓരോ ലോണിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ എന്തുണ്ടാവും, ആ ഒരു മന്ത്ലി പേയ്മെൻറ്റ് പ്ലസ് ആദ്യം ഒരു ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടാവും, പിന്നെ മന്ത്ലി പേയ്മെൻറ്റിനോട് കൂടി ഇൻട്രസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ ഇപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് ഇല്ലയെന്ന് വിചാരിക്കാം. എല്ലാ മാസം 25,000 പ്ലസ് 10% ഇൻട്രസ്റ്റ്, അതായത് 27,500 വരിക. അപ്പോൾ അങ്ങനെയാണ് ഓനക്ക് അടക്കേണ്ടത്. ഓനക്ക് ആകെ മാസം 30,000 സാലറി ഉള്ളൂ. അതൊന്ന് ആലോചിച്ച് നോക്കി, സ്വന്തം എക്സ്പെൻസുകൾ 10,000 15,000 ഒക്കെ മന്ത്ലി ഉണ്ടാവും. അതിന് കൂടെ 27,500 ഈ വണ്ടി ഫ്ലാഷ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ EMI അടക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് ലൈഫ് സ്റ്റൈൽ സെർവിറ്റ്യൂഡ്. അതായത് ബാക്കിയുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളുടെ ലോണും കാര്യങ്ങളൊക്കെ തിരിച്ചടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പട്ടിപ്പണി എടുക്കേണ്ടി വരും. നമുക്ക് അവിടെ ആക്ച്വലി ജീവിക്കാനുള്ളൊരു സമയമല്ല, നമുക്ക് വേണ്ടി ജീവിക്കാനൊരു ഫ്രീഡം ഉള്ള ലൈഫ് സ്റ്റൈൽ, ഒരു ടെൻഷൻ ഇല്ലാത്ത ലൈഫ് സ്റ്റൈലിൽ ജീവിക്കാൻ സമയമല്ല. പക്ഷേ ഇത് ശരിക്ക് ഒരിക്കലും നല്ല അടിപൊളി സാധനങ്ങൾ, ലക്ഷറി സാധനങ്ങൾ വേണം എന്നുള്ളതൊരു ബാഡ് രീതിയിലുള്ള തോട്ടാണെന്നൊന്നും ഞാൻ പറയില്ല, ഒരു ചീത്ത ആഗ്രഹമാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ബാക്കിയുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുമ്പോഴാണ് അതെന്താവുക, ആ ഡെപ്റ്റ് നമുക്കൊരു ഡെവിളായിക്കാണ്ട് മാറാം. അതേസമയം ഒരാൾ, പിൻ്റെ കേസിൽ തന്നെ പറയാം, ഈ സ്റ്റുഡിയോ ഞങ്ങൾ ബിൽഡ് ചെയ്തത് ഫുള്ളൊരു EMI ബേസ്ഡിൽ തന്നെയാണ്, അതും ഒരു ടൈപ്പ് ഡെപ്റ്റ് തന്നെയാണ്. ഈ യൂട്യൂബിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് വരാൻ തുടങ്ങി, പേഡ് റവന്യൂ വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പൈസ ഫുഡ് വാങ്ങാനും, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനും, ഡ്രസ്സ് വാങ്ങാനും, ഗാഡ്ജറ്റ്സ് വാങ്ങാനും, ഷൂ വാങ്ങാനും ഒക്കെ ഉപയോഗിക്കാം. ലക്ഷറി സാധനങ്ങളൊക്കെ വാങ്ങാം. ലക്ഷറി ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം രീതിയിൽ നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങളെ മേത്ത് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുക. കാരണം ഈ സ്പെൻഡിങ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡോപ്പമിൻ ട്രിഗർ ചെയ്യുന്ന സാധനം തന്നെയാണ്. പക്ഷെ അതിന് പകരം ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ, ഈ സ്റ്റുഡിയോൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഒന്നും നമുക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയില്ല എന്നല്ല, ചെറിയൊരു പോർഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് എടുത്തു. ഒരു മേജർ പോർഷൻ, ഒരു 70 to 80% ഇതിലേക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഈ മൈക്ക്, അതുപോലെ തന്നെ സിസ്റ്റം, അതുപോലെ തന്നെ ബാക്കിലുള്ള ലൈറ്റ്, ഈ ലൈറ്റ്, അതുപോലെ അതിൻ്റെ സ്റ്റാൻഡ്, അതുപോലെ ഈ മൈക്കിൻ്റെ ഒരു ഇതുണ്ട്, എന്താ പറയുക, ഓഡിയോ ഇൻ്റർഫേസ് ഉണ്ട്. ഇങ്ങനെ പല പല സാധനങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്, EMIക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊടുത്ത് ആ BMWൻ്റെ എക്സാമ്പിളിലാണെന്നുണ്ടെങ്കിൽ അത് ഓനക്ക് ആക്ച്വലി ലയബിലിറ്റിയാണ്. മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ളൊരു മെച്ചം മാത്രമേ ഉള്ളൂ. പിന്നീട് ആ അസറ്റിൻ്റെ വില കുറഞ്ഞു വരുവാണ്, അതിന് നമ്മൾ അതടക്കാൻ വേണ്ടിയിട്ട് ഓന് പട്ടിപ്പണി എടുക്കണം. ഇവിടെ അതിന് പകരം എന്താ സംഭവിച്ചാൽ, ഈ സംഭവങ്ങൾ, ഈ എക്യുപ്മെൻറ്റുകൾ എനിക്ക് ഒന്നുകൂടി ക്വാളിറ്റി ഉള്ള വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതായത് ഫ്യൂച്ചറിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ ഡെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ ചീത്ത രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. നാലാമത്താണ് ആക്ച്വലി വെൽത്ത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ, ശരിക്കുള്ള പൈസക്കാർ ബാക്കിയുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടില്ല എന്നുള്ളത്. നിങ്ങൾ കാണുന്നുണ്ടാവും, നിങ്ങളിപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നല്ല ബ്രാൻഡഡ് ഡ്രസ്സുകൾ, അതുപോലെ പുതിയ ഐഫോൺ, അതുപോലെ നല്ല കുറച്ചുകൂടി ലക്ഷറി ആയിട്ടുള്ള ബൈക്ക്, കാർ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് ചെക്കന്മാർ മെയിനായി ഉണ്ടാവും. അപ്പോൾ ഇതിലൊരു 90% ആൾക്കാരും പാരൻസിൻ്റെ മണി കൊണ്ടേക്കാരും മെയിനായി ഉണ്ടാവുക. ആരും സ്വന്തം പൈസക്ക് വാങ്ങണില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ 90 എന്ന് പറഞ്ഞത്. ഒരു 10% കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ട്, എന്താ പറയുക, ഫ്രീ ടൈമിലൊക്കെ മാർക്കറ്റിലും മറ്റോടത്തൊക്കെ പോയി പണിയെടുത്തുകൊണ്ട് പൈസ ഉണ്ടാക്കിയാണ്ട് വാങ്ങുന്ന ചെക്കന്മാരുണ്ട്, നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള. പക്ഷേ ഒരു 90% ആൾക്കാരും പാരൻസിൻ്റെ മണിയൊക്കെ അവിടെ ഫ്ലെക്സ് ചെയ്യുന്നുണ്ടാവുക. ആക്ച്വലി വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ, മില്യണേഴ്സും ബില്യണേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർ, കമ്പനികളും വലിയ വലിയ മൾട്ടി നാഷണൽ കമ്പനീസൊക്കെ ബിൽഡ് ചെയ്ത ആൾക്കാർ, ഓൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് ജെറ്റോ അല്ലെങ്കിൽ ഓല് ഫുഡ് കഴിക്കാൻ പോകുന്ന ഹോട്ടൽ വരെ ഓല ഇൻകത്തിൻ്റെ ചെറിയൊരു പോർഷൻ കൊണ്ട് വാങ്ങാൻ പറ്റും.
പക്ഷെ ഓല് ഒരിക്കലും ബാക്കിയുള്ള പോലെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി നോക്കൂല. ഓല് ചിലപ്പോൾ ഒരേപോലത്തെ ഡ്രസ്സ് ചെയ്യാറും എന്നും ഉണ്ടാവുക. അധികം ഈ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർ, അതായത് ഞാൻ പറയുന്നു ഇതിൻ്റെ ഒരു ഇത് വെച്ച് കണ്ട് ഒരു 1 to 5 lakhൻ്റെ ഇടയിൽ മന്ത്ലി ഏൺ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനെ ഫ്ലക്സ് ചെയ്യാൻ നോക്കുക. ഞാൻ എനിക്കൊരു ക്വിക്ക് ടിപ്പ് പറഞ്ഞുതരാം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ, അതായത് ഭയങ്കര ബ്രാൻഡഡ് ക്ലോത്ത്സ് ഒന്നല്ല, പക്ഷേ ഡീസൻറ്റ് ക്വാളിറ്റി ഉള്ളത്, ഭയങ്കര ടോപ്പ് നോച്ച് വണ്ടിയൊന്നുമല്ല, പക്ഷേ ഒരു ഡീസൻറ്റ് വണ്ടി, ആ ഒരു രീതിയിൽ നമുക്ക് കംഫർട്ടബിൾ ആയ ലൈഫ് സ്റ്റൈൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഏൺ ചെയ്യുന്നത് കൂടുന്നതനുസരിച്ച് സാധാരണ ആൾക്കാർ ഓല സാധനങ്ങൾ ഓല എക്സ്പെൻസിൻ്റെ ലെവൽ ഇങ്ങനെ കൂടി വരും. ഒരേ റേറ്റിലല്ല പോവുക, എന്നാലും ഓരോ ഇൻകം ഏൺ ചെയ്യുന്ന ലെവൽ കൂടുന്നതനുസരിച്ചും സാധനങ്ങളുടെ ബ്രാൻഡും ക്വാളിറ്റിയും കൂടി ഓല ഫുഡും ലൈഫ് സ്റ്റൈലൊക്കെ മാറി വരും. അപ്പോൾ ഈ ഇൻകം കൂടുന്നതനുസരിച്ച് ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയില്ല മന്ത്ലി വരുന്ന പൈസ അതേപോലെയാണ് പോണ കാണാം. അതേസമയം അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഓൾറെഡി ബിൽഡ് ചെയ്തെടുത്തുന്നുണ്ടെങ്കിൽ ആ ലൈഫ് സ്റ്റൈൽ ഇനി അപ്ഗ്രേഡ് ചെയ്യാതെ പൈസ മാത്രം അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിച്ച് ആവാനുള്ള ചാൻസ് അല്ലെങ്കിൽ റിച്ച് ആവാനുള്ള സ്പീഡ് കൂടും. അഞ്ചാമത്താണ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ യങ്സ്റ്റേഴ്സായി നിൽക്കുന്ന ടൈമിൽ ഒരിക്കലും സ്റ്റോക്കോ ക്രിപ്റ്റോ ഒന്നുമല്ല. നിങ്ങൾക്കറിയോ ശരിക്കും ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യണത് നമ്മൾ കോളേജും അതേപോലെ ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നൊക്കെ പഠിച്ച് ഇറങ്ങിയതിൻ്റെ ശേഷമാണ്. പല ആൾക്കാരും വിചാരം അതാണ് ഫുള്ള് ലേണിങ്, പിന്നെ ഫുള്ള് എന്താ പറയുക ലൈഫ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ഒരു 3 കൊല്ലത്തെ MBA കോഴ്സിനെ കാട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങി, എന്നിട്ട് നിങ്ങൾ അതിനൊരു ഇൻസ്റ്റാഗ്രാം പേജും തുടങ്ങി, എന്നിട്ട് അതിൻ്റെ മാർക്കറ്റിങ്ങും സെയിൽസും പെർസുവേഷനും അതുപോലെ തന്നെ കസ്റ്റമർ മാനേജ്മെൻറ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ MBA കോഴ്സിൽ പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ബിസിനസ്സിനെ കുറിച്ചും സെയിൽസിനെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് ഈ പ്രായത്തിൽ യങ്സ്റ്റേഴ്സായി നിൽക്കുന്ന ടൈമിൽ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്കിൽസ് ബിൽഡ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. നോൺ ഫിക്ഷൻ ബുക്കുകൾ വാങ്ങുക, നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ ആഗ്രഹമുള്ള ടോപ്പിക്ക് സ്കില്ലിൻ്റെ ബേസിലുള്ള, അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ്, അതുപോലെ അതിൻ്റെ ബേസിലുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ ഹെൽത്തിൽ ഫിറ്റ്നസ്സിൽ ഇങ്ങനത്തെ സാധനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്. എപ്പോൾ നമുക്ക് വലിയൊരു സോഴ്സ് ഓഫ് ഫണ്ട് ഉണ്ടാവുന്നത് വരെ. പിന്നീട് അത്യാവശ്യം ലെവൽക്കൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തിയിട്ട് നമുക്ക് സ്റ്റോക്കിലും ഷെയറിലും ക്രിപ്റ്റോയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഷെയറും പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലിയ എമൗണ്ടും ഉണ്ടാവും. ഇനി ആറാമത്താണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ ആദ്യം അതൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ CA ഫൗണ്ടേഷനിൽ പഠിക്കുന്ന ടൈമിൽ എൻ്റെ ക്ലാസ്സിൽ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു. ഓനക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനും അതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോകാനും 1.5 മണിക്കൂർ, വീട്ടിലേക്ക് എത്താനും 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ ടോട്ടൽ ഇങ്ങോട്ട് വരാനും പോകാനും 3 മണിക്കൂർ എടുക്കും. അപ്പോൾ ഒരു ദിവസം അവരോട് സാറ് പറഞ്ഞു, എന്ത് ഇവിടെ എടുത്ത് എവിടെയെങ്കിലും ഹോസ്റ്റൽ എടുത്താണ് നിന്നൂടെ, എന്നാൽ ആ ഒരു ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ ഓൻ ചിന്തിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹോസ്റ്റലും ഫുഡും കൂടി ആകുമ്പോൾ ഈ ബസ് ടിക്കറ്റിനെക്കാട്ടും ബസ്സിന് വരുന്ന ചിലവിനെക്കാട്ടും കൂടുതൽ ചിലവ് വരുന്നതാണ്. അവിടെ ഓൻ പ്രാധാന്യം കൊടുത്തത് പൈസക്കാണ്, പൈസൻ്റെ ചിലവിനാണ്, പകരം സമയത്തിനല്ല. ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ CA ഫൗണ്ടേഷൻ ഇൻട്രൊക്കെ ക്രാക്ക് ചെയ്യാൻ ആകെ ഒരു 3-4 മണിക്കൂർ ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പറ്റും. ആ ഒരു 3-4 മണിക്കൂറാണ് ഈ ട്രാവലിങ്ങിൽ വേസ്റ്റ് ആക്കുന്നത്. പകരം ഒരു ഹോസ്റ്റലെടുത്ത് നിന്നുകാണ്ട് പിന്നീട് ആ ഒരു എമൗണ്ട് ചിലവായാലും കുഴപ്പമില്ല, ആ എക്സാമിന് നല്ല രീതിയിൽ പഠിച്ചാണ്ട് പാസ്സായി കഴിഞ്ഞാൽ നല്ലൊരു ജോലി കിട്ടുമ്പോൾ ആ എമൗണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടും, തിരിച്ച് കിട്ടും. പക്ഷെ അങ്ങനെ ചിന്തിക്കാതെ ഓൻ അവിടെ എന്ത് ചെയ്തു, എക്സ്പെൻസിന് അല്ലെങ്കിൽ പൈസക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു, ടൈമിനെക്കാട്ടും കൂടുതൽ. ഇപ്പം എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫൗണ്ടേഷൻ പാസ്സായി, ഞാൻ ഇൻ്റർ കഴിഞ്ഞതിൻ്റെ ശേഷം ഓൻ ആ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ പൈസക്ക് സമയത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് വീണ്ടും അതിൽ തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. സോ ആൾവേസ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ടൈം മോർ ദാൻ മണി. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്, നിങ്ങളുടെ ടൈമിന് നിങ്ങൾക്ക് ഒരു ഹവർലി റേറ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 1 മണിക്കൂറിന് 1000, അല്ലെങ്കിൽ 1 മണിക്കൂറിന് 10,000, അല്ലെങ്കിൽ 1 മണിക്കൂറിന് 50,000 വാല്യൂ ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ടൈമിന്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഒരു സംഭവം ചെയ്യാൻ 1 മണിക്കൂർ എടുക്കും. പക്ഷേ അത് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിൽ, വേറെ ആളെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂർ എടുക്കും. വേറെ ആളെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഹവർലി റേറ്റിനെക്കാട്ടും കുറഞ്ഞ എമൗണ്ടേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഒരു 1000 രൂപയാണ് നമ്മളെ ഹവർലി റേറ്റ് എന്ന് കണ്ടു വിചാരിച്ചോ, അപ്പോൾ അത് വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ 500 രൂപയെ വരുന്നുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 1 മണിക്കൂർ സേവ് ചെയ്യാം, റൈറ്റ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 1000-നെക്കാട്ടും കുറഞ്ഞ നമ്മളെ ഹവർലി റേറ്റിനെക്കാട്ടും കുറഞ്ഞ ഇതിലേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ വേറെ ആളെ ഏൽപ്പിക്കുക, ഔട്ട്സോഴ്സ് ചെയ്യാം. ഇനി ലാസ്റ്റത്തെ ബിലീഫാണ്, 7ാമത്തത് ഞാൻ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. മണി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചീത്ത സംഭവമല്ല, ഒരു ഈവിളല്ല. മണി ഉണ്ടായി കഴിഞ്ഞാൽ, പൈസ ഉണ്ടായി കഴിഞ്ഞാൽ വി ക്യാൻ സോൾവ് എ ലോട്ട് ഓഫ് മണി പ്രോബ്ലംസ്. ഇമാജിൻ ആർക്കെങ്കിലും എന്തെങ്കിലും സിവിയർ ആയിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. സോ പൈസ നല്ല സംഭവം തന്നെയാണ്, പൈസ നമ്മളെ മണി പ്രോബ്ലംസ് സോൾവ് ചെയ്യും. പക്ഷേ അവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ പൈസക്ക് ഒരിക്കലും നമ്മളെക്കാട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടില്ല. പൈസ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടൂള് മാത്രമാണ്. പല കാര്യങ്ങളും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള, സർവീസ് ആയിക്കോട്ടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഇത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള, വേറെ ആൾക്കെന്ന് ഓല ടൈം നമുക്ക് വേണ്ടിയിട്ടോ ഓല് തരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓല സാധനം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ റിസോഴ്സുകളൊക്കെ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂള് മാത്രമാണ്. നമ്മളെക്കാട്ടും കൂടുതൽ പ്രാധാന്യം നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പീസ്, നമ്മളെ സമാധാനം, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയുള്ള സാധനങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നമുക്കൊരു കോഫി കുടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. വെറും ഒരു ഞാൻ പറയണു
അത്യാവശ്യം കഫേയിൽ പോയി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100-110 രൂപയാണ് വിചാരിച്ചോ, നമുക്കൊരു അമേരിക്കൻ അല്ലെങ്കിൽ ഒരു ക്യാപ്പിച്ചീനോ കുടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പൈസ സേവ് ചെയ്യാം, വെറുതെ 100 രൂപ കളയണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് പോവും. പൈസക്ക് നമ്മളെങ്കാട്ടും വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ. ഇനി ഞാൻ നിങ്ങൾക്ക് ആക്ഷൻ പ്ലാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഫിനാൻസിൻ്റെ കേസിൽ, വെൽത്തിൻ്റെ കേസിൽ പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ. അതിൽ 4 പോയിൻ്റാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയാനുള്ളത്. അതിലൊന്നാമത്തേത് സ്പെൻഡിങ് കൺട്രോൾ ചെയ്യുക, രണ്ടാമത്തേത് സേവിങ് ഹാബിറ്റുകൾ ബിൽഡ് ചെയ്യുക, മൂന്നാമത്തേത് ഇൻവെസ്റ്റ് ചെയ്യുക, അത് സ്റ്റാർട്ട് ചെയ്യപ്പോൾ ഏർലി ഏജിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. നാലാമത്താണ് ചീത്ത രീതിയിലുള്ള ബാഡായിട്ടുള്ള ഡെപ്റ്റുകൾ. നമ്മൾ സാധാ കിട്ടാക്കടം എന്ന് പറയുന്ന ബാഡ് ഡെപ്റ്റ് അല്ല അക്കൗണ്ട്സിലൊക്കെ കൊടുക്കണം. പകരം ഡെപ്റ്റിനെ നമ്മൾ ലയബിലിറ്റീസ് വാങ്ങാൻ വേണ്ടി യൂസ് ചെയ്യല്ലോ, അത് ഒഴിവാക്കുക. അതിൽ സ്റ്റെപ്പ് 1 സ്പെൻഡിങ് കുറക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെയൊക്കെ ചിലവാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ട്രാക്ക് ചെയ്യണം. വാട്ട് ഗെറ്റ്സ് മെഷേർഡ് ഗെറ്റ് മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു സെയിങ് ഇല്ലേ. അപ്പോൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു മാസം നമുക്ക് സാലറി വന്നു അല്ലെങ്കിൽ നമുക്കൊരു ഇൻകം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്പെൻഡ് ചെയ്യണത് ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കുക. പല ആൾക്കാർക്കും ഓലെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഓലെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാനൊരു മടിയേക്കാരം, എങ്ങനെ നോക്കണമെന്നുള്ളത് ഒക്കെ മൈൻഡിലേക്കാരം കാൽക്കുലേറ്റ് ചെയ്യേണ്ടവ. പിന്നെ ഒരു മാസമൊക്കെ കഴിയാനാവുമ്പോൾ അല്ലെങ്കിൽ പൗതിയൊക്കെ ആകുമ്പോഴേക്കാരം ബാങ്കിൽ ഒരു ബാലൻസും ഇല്ലാതെ കാണാം. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നമ്മൾ ആവശ്യമില്ലാതെ ചിലവാക്കേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒരു വട്ടെങ്കിലും ഒരു എക്സലിലോ അല്ലെങ്കിൽ ഒരു പേപ്പറും പെന്നും എടുത്താണ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം, ഏതൊക്കെ രീതിയിൽ നമ്മൾ ചിലവാക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് ഒരുപാട് ഓർഡർ ഉണ്ടാവും, സൊമാറ്റോന്ന്, അതേപോലെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവും, യൂട്യൂബ് പ്രീമിയം ഉണ്ടാവും, അതുപോലെ ഗൂഗിൾ ഡ്രൈവ് ഉണ്ടാവും, അതുപോലെ ജെമിനിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ടാവും, അതുപോലെ നമുക്ക് സ്പോട്ടിഫൈ പ്രീമിയം ഉണ്ടാവും ചിലപ്പോൾ. പിന്നെ അതേപോലെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാൻ പോകുന്നുണ്ടാവും. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഒരുപാട് സബ്സ്ക്രിപ്ഷൻസും വേണ്ടാത്ത രീതിയിലുള്ള എക്സ്പെൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ട്രാക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ലാസ്റ്റ് എത്തുമ്പോൾ തന്നെ കുറേ പൈസ ലീക്കായി പോയിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഒരു സേഫ്റ്റി നെറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഞാൻ വാറൻ ബഫറ്റിൻ്റെ ഒരു കോട്ട് നിങ്ങൾക്ക് വായിച്ചുതരാം. ഡു നോട്ട് സേവ് വാട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ സ്പെൻഡിങ് ബട്ട് സ്പെൻഡ് വാട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ സേവിങ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മളെല്ലാം ചിലവാക്കി കഴിഞ്ഞിട്ട് ബാക്കി പൈസ ഉണ്ടാകുമ്പോൾ അത് സേവ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ആദ്യം നമ്മളൊരു ഫിക്സ്ഡ് പെർസെൻറ്റേജോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ആ പെർസെൻറ്റേജ് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ആ ബിലീഫിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എല്ലാ മാസവും നിങ്ങളെ കൊണ്ട് കഴിയുന്ന എത്ര ചെറിയ എമൗണ്ട് ആയാലും കുഴപ്പമില്ല, ആ ഒരു എമൗണ്ടേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ ഒറ്റയടിക്ക് കുറച്ച് വലിയ എമൗണ്ട് അതിൽ വെച്ചുകൊണ്ട് ഒരു എമർജൻസി ഫണ്ട് എന്നുള്ള രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എപ്പോഴും ബാഡ് ഡെപ്റ്റുകൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ ഗുഡ് ഡെപ്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്ത്, മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഐഫോണും കാറും അതുപോലെ ബൈക്കും ഇങ്ങനത്തെ സംഭവങ്ങൾ ലക്ഷറി ഐറ്റംസ്, നെസസറി ഐറ്റംസ് അല്ല, ലക്ഷറി ഐറ്റംസ് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൂട്ടുക എന്നുള്ളത്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ സർവിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു അവസ്ഥ വരും. നമ്മൾ ആ ഒരു സാധനത്തിൻ്റെ EMI ലോൺ അടക്കാൻ വേണ്ടിയിട്ട് പട്ടിപ്പണി എടുക്കേണ്ടി വരും, നമുക്ക് ജീവിക്കാൻ നേരം ഉണ്ടാവില്ല. പകരം നിങ്ങളെ സ്കില്ല് ബിൽഡ് ചെയ്യാൻ കോഴ്സുകൾ വാങ്ങാനോ മെൻറ്റർഷിപ്പിന് വേണ്ടിയിട്ടോ ബുക്കുകൾ വാങ്ങാനോ, ബുക്കിന് പിന്നെ EMIൻ്റെ ആവശ്യമില്ല, നിങ്ങളെ സ്കില്ല് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെപ്റ്റ് യൂസ് ചെയ്യുക. ടൂൾസുകൾ, വർക്ക് ചെയ്യാനുള്ള ടൂൾസുകളും ആക്സസറീസും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ ഞാൻ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ഓഫീസ് വർക്കർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു മന്ത്ലി ഒരു 1 lakh ഒക്കെ ഏൺ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ലുക്കുള്ളൊരു കാർ എടുക്കണം, നിങ്ങൾക്ക് മിനി കൂപ്പർ എടുക്കണം വിചാരിക്കാം. നിങ്ങളിപ്പോൾ അത് ഫിനാൻസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ലക്ഷറി സംഭവങ്ങൾ ബാക്കിയുള്ളവരെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അതേസമയം ഇതൊരു കാറിൻ്റെ ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ അയാളെ സംബന്ധിച്ച് ഇതൊരു അസറ്റാണ്, പിന്നീട് കുറച്ചും കൂടി പൈസ കൂട്ടിയാണ്ട് വിൽക്കാൻ പറ്റും. സോ ഒരിക്കലും കാറ്, ബൈക്ക്, ഫോൺ ഇതൊക്കെ ലയബിലിറ്റി ആണെന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്, അത് സിറ്റുവേഷൻ അനുസരിച്ച് മാറും. എപ്പോഴും ഡെപ്റ്റ് മാക്സിമം എന്തിലും ഉപയോഗിക്കാം, നമുക്ക് പൈസ കൂടുതൽ ഭാവിയിൽ ഉണ്ടാക്കി തരുന്ന അല്ലെങ്കിൽ നമ്മളെ ഗ്രോത്തോ സ്കില്ലോ അങ്ങനത്തെ സംഭവങ്ങൾ കൂട്ടി തരുന്ന സാധനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. നാലാമത്താണ് സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ഏർലി ആസ് പോസിബിൾ. ഒരിക്കലും സ്റ്റോക്കിലോ ഷെയർസിലോ മറ്റേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന ഇൻട്രസ്റ്റ് കിട്ടുന്ന സാധനങ്ങളിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാനൊന്നും അല്ല പറയുന്നത്. പകരം നിങ്ങളെ സ്കില്ലും നോളജും നിങ്ങളെ വർക്കും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സാധനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു അത്ലറ്റിനെ സംബന്ധിച്ച് ഓന് നല്ല സ്പൈക്ക് വാങ്ങുന്നത്, സ്പൈക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്പ്രിൻ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പ്രിൻ്റ് ചെയ്യുന്ന ഷൂസ്, അതേപോലെ തന്നെ നല്ല ഷോർട്സ്, നല്ല ക്ലോത്ത്സ്, നല്ല ഷൂ, സപ്ലിമെൻറ്റ്സ്, നല്ല ഫുഡ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓനെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഏത് ഫീൽഡിലുള്ളത് ആ ഫീൽഡിൽ നമ്മളെ സ്കില്ലും കാര്യങ്ങളൊക്കെ എൻഹാൻസ് ചെയ്യുന്ന സാധനങ്ങളിൽ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. അതാണ് ചെറുപ്പത്തിൽ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്താണ് ഏറ്റവും അവസാനം മണി സ്കില്ലുകൾ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മളെ സേവിങ്ങും സ്പെൻഡിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളിലും. ഇനി ആക്ച്വലി നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്കില്ലുകൾ വേണം. ഇപ്പോൾ മണി സ്കില്ലുകൾ എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊരു ഫീൽഡിൽ പോയി കഴിഞ്ഞാലും സൈക്കോളജി, അതുപോലെ തന്നെ സെയിൽസ്, അതുപോലെ പെർസുവേഷൻ, അതുപോലെ ടെക്നോളജി, ഡിസൈന്, ആർട്ട്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഏതൊരു ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ഉപകാരപ്പെടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ആർട്ട് നല്ല രീതിയിൽ എന്താ പറയുക, കലാകാരമായ കളറും കാര്യങ്ങളും ഇതൊക്കെ നല്ല രീതിയിൽ കളർ കോമ്പിനേഷൻസ് ഒക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഡിങ്ങും വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായി ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ആ സാധനം ഉപയോഗിച്ച് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് തരണം. നമ്മളെപ്പോഴും നമ്മളെ ടൈം ട്രേഡ് ചെയ്ത് കണ്ട് നമ്മൾ വേറെ ആളെ കീഴിൽ നിന്നാണ് പണിയെടുക്കുമ്പോൾ അതൊരു
വിധം അല്ലെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ മുകളിൽ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. വാറൻ ബഫറ്റിൻ്റെ ഒരു കോട്ടുണ്ട്, ഇഫ് യു ഡോണ്ട് ഫൈൻഡ് എ വേ ടു മേക്ക് മണി വൈൽ യു സ്ലീപ്പ് യു വിൽ വർക്ക് അണ്ടിൽ യു ഡൈ. അതുപോലെ തന്നെ നവൽ ലവികാന്തിൻ്റെ ഒരു കോട്ടുണ്ട്, അത് ഞാൻ വായിച്ചു തരാം. യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് റിച്ച് റെൻറ്റിങ് ഔട്ട് യുവർ ടൈം, യു മസ്റ്റ് ഓൺ ഇക്വിറ്റി. അപ്പോൾ ഈ സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മൾ ടൈം ട്രേഡ് ചെയ്തുകൊണ്ട് പൈസ ഏൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി അവിടെ പണിയെടുക്കണം, അവിടെ പണിയെടുക്കണം, എന്നാലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ഒരു എംപ്ലോയ്മെൻറ്റ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ നമ്മൾ അവിടെ പണി എടുത്തു കഴിഞ്ഞാൽ മാസം നമുക്ക് പൈസ വരുള്ളൂ. നമ്മളെ ടൈം നമുക്ക് അവിടെ ട്രേഡ് ചെയ്യണം. അവിടെ നമുക്ക് ലെവറേജ് കുറവാണ്, നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാനോ സ്കെയിൽ ചെയ്യാനോ ചാൻസ് കുറവാണ്. അതായത് നമ്മളെ ബോസിനോട് നേരെ പോയിക്കാണ്ട് എംപ്ലോയറോട് നേരെ പോയിക്കാണ്ട് എനിക്കൊരു മന്ത്ലി ഇപ്പോൾ എനിക്ക് ഓൾറെഡി 30,000 ആണ് സാലറി വരുന്നത്, എനിക്കൊരു 1 lakh ആക്കി തരണം എന്ന് പറഞ്ഞാൽ മൂപ്പര് കേൾക്കും ഇല്ല. അവിടെ ഇനിയിപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ ടൈം കൂട്ടിയാൽ കുറച്ചുകൂടി ഓവർ ടൈം പണിയെടുത്താലും നമുക്ക് അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് 24 മണിക്കൂറിൻ്റെ മുകളിൽ പണിയെടുക്കാൻ പറ്റില്ല. റിയലിസ്റ്റിക് എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ 12 മണിക്കൂറിൻ്റെ മുകളിൽ പണിയെടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അവിടെ ഒരു ഇതുണ്ട്, ഒരു ക്യാപ്പ് ഉണ്ട് നമുക്ക് മാക്സിമം ഏൺ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അതേസമയം കഷ്ടപ്പെട്ട് ഒരു ഗൾഫിലൊക്കെ പോയി നിങ്ങളൊരു 3, 4, 5 കൊല്ലം പണിയെടുത്താണ്ട് നിങ്ങൾ നാട്ടിൽ വന്നിട്ട് ഒരു ബിൽഡിംഗ് വാങ്ങി. അങ്ങനെ ഒരു ബിൽഡിംഗ് എടുത്തിട്ട് അത് പുതിയതായിട്ട് വരുന്ന ഷോപ്പിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസുകൾക്കൊക്കെ റെൻറ്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് അത്യാവശ്യം പ്രീമിയം ബിൽഡിംഗ് ആണ്, സൈസുള്ള ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി പ്രത്യേകിച്ച് വലിയ പണിയൊന്നും എടുക്കാതെ അതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പണിയെടുത്താൽ മാത്രമേ അവിടെ ഏൺ ചെയ്യുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ഒന്നും അവിടെ ഇല്ല. അതാണ് ഈ എന്താ പറയുക, ഡോണ്ട് ട്രേഡ് യുവർ ടൈം ഫോർ മണി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റോടത്ത് നമ്മളെ സമയം ട്രേഡ് ചെയ്താണ്ട് പണിയെടുത്താലേ പൈസ ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ റെഗുലറായിട്ട് അതിന് ഇങ്ങനെ ഓട്ടോമാറ്റിക് വരുന്ന രീതിയിൽ. അതിന് വേറൊരു എക്സാമ്പിളാണ് നമ്മൾ ആമസോൺ കൂടെ ഒരു സാധനം സെല് ചെയ്യുക എന്നുള്ളത്. നമ്മളൊരു സാധനം ആമസോണിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെ അവിടെ എന്തുണ്ടാവും, ആമസോണിൽ ഓർഡർ നടക്കുന്നുണ്ടാവില്ലേ, സാധനം കച്ചവടം ഉണ്ടാവില്ലേ, അവിടെ നമ്മൾ പണിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ ആദ്യം പണിയെടുക്കേണ്ടി വരും. പിന്നീട് അവിടെ സെയിൽസ് ഒക്കെ നടക്കുന്നത് ഓട്ടോമാറ്റിക്കാണ്, നമ്മളെ ടൈം അവിടെ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ സെയിൽസിൻ്റെ സ്കില്ലും അതുപോലെ തന്നെ പെർസുവേഷനും കമ്മ്യൂണിക്കേഷനും ടെക്നോളജിയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ 2 ഡോക്ടർമാരുണ്ടെന്ന് വിചാരിക്കാം. അതിൽ ഒരാൾ എങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ബിൽഡിങ്ങിൽ മൂപ്പരെ ക്ലിനിക്ക് മൂപ്പരിട്ടാണ്ട് പിന്നെ മൂപ്പരിങ്ങനെ ആൾക്കാർ വരുന്നതും കാത്തിരിക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. മൂപ്പർ നല്ല കഴിവുള്ള നല്ല രീതിയിൽ എക്സ്പെർട്ടൈസ് ഉള്ള ഡോക്ടറാണ്. അപ്പോൾ സ്വന്തം ക്ലിനിക്ക് ഇട്ടാണ്ട് ഭയങ്കര പ്രതീക്ഷയിലിരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റേ ഡോക്ടർ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ക്ലിനിക്ക് ഇടുന്നു. പിന്നീട് മൂപ്പര് ഒരു ഇൻസ്റ്റാഗ്രാം പേജും കൂടി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ആ ഇൻസ്റ്റാഗ്രാം പേജിൽ മൂപ്പരെ ബയോയിൽ ആ ഒരു ഓഫീസിൻ്റെ ലൊക്കേഷൻ കൊടുക്കുന്നു. എന്നിട്ട് ആൾക്കാരെ ഫ്രീ ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, ഓരോ അസുഖങ്ങളെ പറ്റിയും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും ഫുഡിനെ കുറിച്ചും ഇങ്ങനെ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏത് ആൾക്കാർക്ക് കയറാൻ കൂടുതൽ ക്ലയൻറ്റുകളെ കിട്ടുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഫസ്റ്റത്തെ ആളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡോക്ടർ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പോലും ആർക്കും അറിയണ്ടാവില്ല. രണ്ടാമത്തെ ആളെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂപ്പര് ഫ്രീ ആയിട്ട് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലൂടെ കൂടുതൽ ആൾക്കാർക്ക് അറിയാം, ഓക്കെ ഇൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ നിങ്ങളൊരാളുണ്ട്. അപ്പോൾ അയാളെ ലൊക്കേഷൻ എവിടെയെന്ന് അയാളെ ബയോയിൽ നോക്കിയാൽ കിട്ടും ചെയ്യും. അപ്പോൾ അയാൾക്ക് കൂടുതൽ ക്ലയൻറ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ സ്കിൽസുകൾ, മണി സ്കിൽസുകൾ, പൈസ ബില്ല് ചെയ്യാനുള്ള സ്കില്ല് എന്ന് പറയുന്നത് ഏതൊരു മേഖലയിൽ പോയി കഴിഞ്ഞാലും ഉപകാരമുള്ള സാധനമാണ്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ is helpful for you guys. See you in the next video.